ദിലീഷ് പോത്തൻ ലാലേട്ടൻ കോമഡി ഹൊറർ സിനിമ വരാൻ പോകുന്നു. അതുപോലെ തന്നെ നമ്മുടെ സൂര്യ അണ്ണന്റെ വിശ്വനാഥ് ആൻഡ് സൺ എന്ന് പറഞ്ഞ സിനിമയുടെ ഒഫീഷ്യൽ ടീസർ പുറത്തു വരാൻ പോവുകയാണ്. നമ്മുടെ തലേവർ 173 എന്ന സിനിമയുടെ ഷൂട്ടിംഗ് അപ്ഡേറ്റ് എന്നാണ് സിനിമ ആരംഭിക്കാൻ പോകുന്നത്. ടോക്സിക് സിനിമ പുതിയ റിലീസ് രീതിയിലോട്ട് മാറ്റുകയാണ് യുദ്ധം കാരണം. അതുപോലെ തന്നെ നമ്മുടെ ധനുഷിന്റെ 55ാമത്തെ സിനിമയിൽ നമ്മുടെ മമ്മൂക്ക ജോയിൻ ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ ജയിലർ സിനിമയുടെ ഏറ്റവും പുതിയ സിനിമാ വാർത്ത, സിനിമയ്ക്ക് ഇനി എത്ര ദിവസം കൂടി എന്റെ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആവാനായിട്ട്. നമ്മുടെ കറുപ്പ് എന്ന് പറയുന്ന നമ്മുടെ സൂര്യാണ്ണൻ സിനിമയുടെ പുതിയ റിലീസ് തീയതി അപ്ഡേറ്റ്. അതുപോലെ തന്നെ സൂര്യാണ്ണന്റെ തന്നെ എക്കാലത്തെയും വാടിവാസൽ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് അപ്ഡേറ്റും ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ അല്ലു അർജുൻ അഭിനയിച്ച് വരാൻ പോകുന്ന നമ്മുടെ അറ്റ്ലി സംവിധാനത്തിൽ വരുന്ന സിനിമയുടെ ഒഫീഷ്യൽ ടീസർ റിലീസ് തീയതി, രാമായണ എന്ന് പറഞ്ഞ സിനിമയുടെ അല്ലെങ്കിൽ പാൻ ഇന്ത്യൻ സിനിമയുടെ ട്രെയിലർ, അതുപോലെ തന്നെ പോസ്റ്റേഴ്സിന്റെ ഒക്കെ റിലീസ് അപ്ഡേറ്റ്. ആദ്യ സിനിമ വാർത്തയിലോട്ട് തന്നെ പോകാം നമുക്ക്. അതിന് പക്ഷേ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്സ് ചാനൽ. നമ്മുടെ ധനുഷ് ഡിഞ്ചിത്ത് ഒരു സിനിമ വരാൻ പോവുകയാണ്. നമ്മൾ ഡിഞ്ചിത്ത് പരിശോധിക്കുകയാണെങ്കിൽ അതീതത്തിന് കഴിഞ്ഞ സിനിമകളാണ് കിഷ്കിന്റെ കാണ്ഡം, അതുപോലെ തന്നെ എക്കോ എന്നീ സിനിമകൾ. നമ്മുടെ ധനുഷ് ഈ ഒരു എക്കോ സിനിമ കണ്ടതിന് ശേഷം നല്ല രീതിയിലായ റെസ്പോൺസ് തന്നെയാണ്, അല്ലെങ്കിൽ പോസിറ്റീവ് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും കാണാൻ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം സിനിമയെ കുറിച്ച് പറഞ്ഞത്. അതിനുശേഷം സിനിമ ഡയറക്ടറിനെ പോയി കാണാൻ പോയി നമ്മുടെ ധനുഷ് സിനിമ നടന്. അതിനുശേഷം ഒരു സിനിമ ചെയ്യുന്നു എന്ന രീതിയിലും ഒരു അപ്ഡേറ്റ് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ധനുഷിനായിട്ട് സ്ക്രിപ്റ്റ് എഴുതുന്നു എന്ന് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഉടനെ തന്നെ നമുക്ക് ഈ ഒരു സിനിമയുടെ അനൗൺസ്മെന്റ് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും നമുക്ക് ഫ്യൂച്ചറിൽ. അടുത്ത അപ്ഡേറ്റ് പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ തലേവർ 173 എന്ന് പറഞ്ഞ സിനിമയാണ്. CB ചക്രവർത്തിയാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. ഇതിന് കഴിഞ്ഞ സിനിമ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡോൺ എന്ന് പറഞ്ഞ സിനിമയാണ് നമ്മുടെ ശിവകാർത്തികനായിട്ട് പുറത്തിറങ്ങിയ സിനിമ. നല്ലൊരു അടിപൊളി സ്ക്രിപ്റ്റ് ആയിരുന്നു ആക്ച്വലി ആ ഒരു സിനിമേന്റെ. എന്തായാലും നമ്മുടെ തലേവറായിട്ട് വരികയാണ് 173 സിനിമയിൽ. നമ്മുടെ അനിരുദ്ധാണ് സിനിമയിൽ മ്യൂസിക് കമ്പോസ് ചെയ്യാൻ പോകും. സിനിമേന്റെ അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ നിലവിൽ സിനിമയുടെ സ്ക്രിപ്റ്റ് ഓൾമോസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഏപ്രിൽ മാസം സിനിമയുടെ ഷൂട്ട് ആരംഭിക്കുമെന്ന് കേൾക്കാൻ സാധിക്കുന്നത്. അടുത്ത വർഷം പൊങ്കൽ പ്രമാണിച്ചായിരിക്കും സിനിമ റിലീസ് വരാൻ പോകുന്നത്. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ ലാലേട്ടൻ തരുൺമൂർത്തി സിനിമേന്റെ തന്നെയാണ്. ജേക്സ് ബുജോയ് സിനിമയ്ക്കായിട്ടുള്ള BGM മ്യൂസിക് വർക്ക് ആരംഭിച്ചു എന്ന രീതിയിൽ ഒരു അടിപൊളി ഇൻസ്റ്റാഗ്രാം സ്റ്റോറി കാണാൻ സാധിക്കുന്നുണ്ട്. നല്ലൊരു അപ്ഡേറ്റ് ആണ് നിലവിൽ കേൾക്കാൻ സാധിക്കുന്ന ഒരു സിനിമയുടെ ഭാഗം. നമ്മുടെ തരുൺമൂർത്തി ലാലേട്ടൻ ഫാൻ ബോയ് ഐറ്റം ലോഡിംഗ്. അടുത്ത സിനിമ അപ്ഡേറ്റ് തമിഴിൽ തന്നെയാണ്. നമ്മുടെ ഗൗതം വാസുദേവന്റെ ഭാഗത്ത് നിന്ന് പുതിയൊരു സിനിമ വരാൻ പോവുകയാണ്. അദ്ദേഹം കേന്ദ്ര കഥാപാത്രത്തിൽ അഭിനയിച്ച്. പടത്തിന്റെ പേര് നോക്കുകയാണെങ്കിൽ കാർമിനി സെൽവം എന്നാണ് സിനിമയ്ക്ക് പേര് നൽകിയിരിക്കുന്നത്. ഇതൊരു ഫീൽ ഗുഡ് ഡ്രാമ സിനിമ എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. സിനിമ ഈ മാസമല്ല വരാൻ പോകുന്നത്, ഏപ്രിൽ മാസം 3-ാം തീയതി ആയിട്ടായിരിക്കും സിനിമ വേൾഡ് വൈഡ് റിലീസ് പ്ലാൻ ചെയ്യുന്നത്. റാം ചക്രി എന്ന് പറഞ്ഞ ഡെബ്യൂട്ട് ആയ ഒരു സംവിധായകനാണ് സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നത്. രാഘവ് രമേശ് ഒക്കെയാണ് സിനിമയിൽ മ്യൂസിക് കമ്പോസ് ചെയ്യുന്നത്. എന്തെങ്കിലും കാത്തിരിക്കും നമുക്ക് നമ്മുടെ ഗൗതം വാസുദേവൻ വരാൻ പോകുന്ന കാർമിനി എന്ന് പറഞ്ഞ തമിഴ് സിനിമയുടെ റിലീസിനായിട്ട്. അടുത്ത അപ്ഡേറ്റ് മലയാളത്തിൽ തന്നെയാണ്. നമ്മുടെ സന്ദീപ് പ്രതാപിന്റെ വരാൻ പോകുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയാണ് കോസ്മിക് സാംസൺ എന്ന് പറഞ്ഞ സിനിമ. ഓൾമോസ്റ്റ് 50 ദിവസം കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഈ ഒരു സിനിമയുടെ നിലവിൽ. എന്തെങ്കിലും പടത്തിന്റെ ഷൂട്ടിംഗ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു അടിപൊളി ആക്ഷൻ ഡിന്നർ സിനിമ തന്നെയാണ് നമ്മുടെ സന്ദീപ് പ്രതാപിന് വരാൻ പോകുന്ന കോസ്മിക് സാംസൺ എന്ന് പറഞ്ഞ സിനിമ. എന്തായാലും ചിത്രത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ സിനിമ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡയറക്ഷൻ നമ്മുടെ അഭിജിത്ത് ജോസഫ് ആണ്. ഈ വർഷമാണ് സിനിമ റിലീസ് പ്ലാൻ ചെയ്യുന്നത്. എന്തായാലും വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് ആണ് സിനിമ നിർമ്മിക്കുന്നത്. അതിൽ കാത്തിരിക്കാൻ നമുക്ക് ഈ ഒരു സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് വരും ദിവസങ്ങളിൽ. അടുത്ത അപ്ഡേറ്റ് തമിഴ് സിനിമയെ സൂര്യ അണ്ണന്റെ കറുപ്പ് എന്ന സിനിമയുടെ തന്നെയാണ്. RJ ബാലാജിയാണ് സിനിമയെ സംവിധാനം ചെയ്യുന്നത്. മ്യൂസിക് നമ്മുടെ സായി അഭ്യങ്കർ തന്നെയാണ്. പടത്തിന്റെ റിലീസ് അപ്ഡേറ്റ് കേൾക്കാൻ സാധിക്കുന്ന ഏപ്രിൽ മാസം വരുമെന്നാണ്. ഇതൊരു ആക്ഷൻ കൊമേഴ്ഷ്യൽ ഡിവോഷണൽ സിനിമ തന്നെയാണ്. ഏപ്രിൽ 10-ാം തീയതി വരുമെന്നാണ് ഇപ്പോൾ റീസെന്റ് ആയിട്ട് കേൾക്കാൻ സാധിക്കുന്നത്. നമ്മുടെ സായി അഭ്യങ്കർ ആണെങ്കിൽ പോലും അതുപോലെ തന്നെ നമ്മുടെ RJ ബാലാജി ആണെങ്കിൽ പോലും സിനിമ സമ്മർ റിലീസ് ആകുമെന്നാണ് ഓൾമോസ്റ്റ് കൺഫേം ആയിരിക്കുന്നത്. നിലവിലെ ഇനീഷ്യൽ ഡേറ്റ് കേൾക്കാൻ സാധിക്കും നമ്മുടെ ഏപ്രിൽ 10 എന്നാണ്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് കറുപ്പ് സിനിമേന്റെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് പോസ്റ്ററിനായിട്ട് വരും ദിവസങ്ങളിൽ. അടുത്ത അപ്ഡേറ്റ് തമിഴ് സിനിമയായ സൂര്യ 47 എന്ന് പറഞ്ഞ സിനിമേന്റെയാണ്. ജിത്തു മാധവനാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. നിലവിലെ സിനിമയുടെ ഷൂട്ടിംഗ് തമിഴ്നാട്ടിലാണ് നടക്കുന്നത്, ചെന്നൈയിൽ. എന്തായാലും സിനിമേന്റെ കേരളത്തിലെ ഷൂട്ടിംഗ് പെർമിഷൻസ് ഇഷ്യൂസ് കാരണമാണ് തമിഴ്നാട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്തത്. അല്ലെങ്കിൽ സിനിമയുടെ കംപ്ലീറ്റ് ഷൂട്ടിംഗും കേരളത്തിലാണ് നടക്കേണ്ടത്. എന്തായാലും സിനിമേന്റെ ഷൂട്ട് സെറ്റിംഗിലോട്ട് നമ്മുടെ നസ്രിയ നസീം ജോയിൻ ചെയ്തിരിക്കുകയാണ്. എന്തായാലും ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെയാണ് അത് കൺഫേം ആയിരിക്കുന്നത്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് സൂര്യ 47 സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് വരും ദിവസങ്ങളിൽ. അടുത്ത അപ്ഡേറ്റ് പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ പാൻ ഇന്ത്യൻ സിനിമയായ നമ്മുടെ യാഷിന്റെ ടോക്സിക് സിനിമേന്റെ തന്നെയാണ്. റോക്കിംഗ് സ്റ്റാർ യാഷ്. എന്തായാലും പടത്തിന്റെ റിലീസ് അങ്ങ് മാറ്റിയിരിക്കുകയാണ്. അതും വലിയൊരു ചേഞ്ച് തന്നെയാണ്. ജൂൺ മാസത്തേക്കാണ് സിനിമയുടെ പുതിയ റിലീസ് തീയതി, ജൂൺ മാസം 4-ാം തീയതി. ടോക്സിക് സിനിമയുടെ റിലീസ് മാറ്റാൻ കാരണം എല്ലാവർക്കും അറിയാം, GCCയിലെ യുദ്ധം തന്നെയാണ് ഏറ്റവും വലിയ ഇഷ്യൂസ്. മിഡിൽ ഈസ്റ്റിലൊക്കെ സിനിമയ്ക്ക് നല്ലൊരു റിലീസ് വരുന്ന സിനിമയും കൂടിയാണ് പാൻ ഇന്ത്യൻ സിനിമയായ നമ്മുടെ ടോക്സിക് എന്ന് പറഞ്ഞ സിനിമ. യാഷിൻ, നയൻതാര, കീര അഡ്വാനിയൊക്കെ വരുന്ന വമ്പൻ സിനിമ തന്നെയാണ് റിലീസ് മാറ്റിയിരിക്കുന്നത്. രവി ബസൂറൊക്കെയാണ് മ്യൂസിക്
മ്യൂസിക്, ഡയറക്ഷൻ നമ്മുടെ ഗീതു മോഹൻദാസ് ആണ്. എന്തായാലും പുതിയ റിലീസ് ജൂൺ 4 തീയതിയാണ്. കാത്തിരിക്കാം നമുക്ക് സിനിമയുടെ റിലീസിനായിട്ട്. അടുത്ത അപ്ഡേറ്റ് ധനുഷിന്റെ വരാൻ പോകുന്ന 55ാമത്തെ സിനിമയുടെ ഷൂട്ടിംഗ് അപ്ഡേറ്റ് തന്നെയാണ്. സിനിമയുടെ ഷൂട്ടിംഗ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. മമ്മൂക്ക സിനിമയിൽ ജോയിൻ ചെയ്യാൻ പോവുകയാണ്, അതും ചെന്നൈ ഷെഡ്യൂളിൽ. മാർച്ച് 10 മുതൽ നമ്മുടെ മമ്മൂക്ക സിനിമയിൽ ജോയിൻ ചെയ്യാൻ പോവുകയാണ്. ഒരു പ്രധാനപ്പെട്ട വേഷങ്ങളിലാണ് നമ്മുടെ മമ്മൂക്ക സിനിമയിൽ അഭിനയിക്കാൻ പോകുന്ന ധനുഷിന്റെ കൂടെ തന്നെയായിട്ട്. കമ്മത്തൻ എന്ന സിനിമയ്ക്ക് ശേഷം വീണ്ടും ജോയിൻ ചെയ്യാൻ പോവുകയാണ് ധനുഷായിട്ട്. എന്തായാലും ഒരു 30-40 ദിവസം ഷൂട്ടിംഗ് എന്തായാലും ഉണ്ടാവും നമ്മുടെ ചെന്നൈയിൽ ഷെഡ്യൂളിൽ. ഇതിൽ കാത്തിരിക്കാൻ നമുക്ക് നമ്മുടെ ധനുഷ് അതുപോലെ തന്നെ നമ്മുടെ മമ്മൂക്ക ഒന്നിക്കുന്ന ഈ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിനായിട്ട് മാർച്ച് മാസം 10 തീയതിയാണ് മമ്മൂക്ക ജോയിൻ ചെയ്യാൻ പോകുന്നത്. കാത്തിരിക്കാം നമുക്ക്. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ മമ്മൂക്കയോട് വരാൻ പോകുന്ന മലയാള സിനിമയെ പടയാത്ര എന്ന സിനിമയിൽ തന്നെയാണ്. എന്തായാലും പടത്തിന്റെ ഷൂട്ടിംഗ് അങ്ങനെ പാക്കപ്പ് ആയിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയായിരുന്നു നമ്മുടെ മമ്മൂക്കയുടെ ഷൂട്ടിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയത്. ഇപ്പൊ സിനിമയുടെ കംപ്ലീറ്റ് ഷൂട്ടിംഗും പാക്കപ്പ് ആയിരിക്കുകയാണ്. അടൂർ ഗോപാലകൃഷ്ണനാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. സിനിമയുടെ റിലീസ് ചെയ്ത് ഈ വർഷം തന്നെയാണ് നോക്കുന്നത്. കാത്തിരിക്കാൻ നമുക്ക് സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി വരും ദിവസങ്ങളിൽ. അടുത്ത അപ്ഡേറ്റ് പരിശോധിക്കുകയാണെങ്കിൽ വാടിവാസൽ സിനിമയുടെ അപ്ഡേറ്റ് തന്നെയാണ്. എന്തായാലും പടം ഡ്രോപ്പ് ചെയ്തിട്ടില്ല എന്നാണ് ഇപ്പൊ നിലവിൽ കേൾക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഒരു പ്രൊജക്ട് എത്ര വർഷമായി നമ്മൾ കാത്തിരിക്കുന്ന ഈ ഒരു സിനിമയുടെ റിലീസ് അല്ലെങ്കിൽ ഈ ഒരു സിനിമയുടെ ഓരോ അപ്ഡേറ്റ്. എന്നാൽ പോലും ഈ ഒരു സിനിമ എന്ന് റിലീസ് ചെയ്യുമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോഴും ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. എന്തെങ്കിലും കേൾക്കാൻ സാധിക്കും. നിലവിൽ നമ്മുടെ വെട്രിമാരനെ നോക്കുകയാണെങ്കിൽ അരസൻ സിനിമയുണ്ട്, സിംബുവിന്റെ സിനിമ ഷൂട്ടിങ്ങിനായിട്ട്. പിന്നെ അതിനുശേഷം വടച്ചെന്നൈ സിനിമയുടെ ഷൂട്ടിംഗ് ഉണ്ട്, അല്ലെങ്കിൽ സെക്കൻഡ് പാർട്ട്. അത് മാത്രമല്ല നമ്മുടെ സൂര്യണ്ണൻ നോക്കുകയാണെങ്കിൽ 46, 47, പിന്നെ 48, അങ്ങനെ ഒരുപാട് കമ്മിറ്റ്മെന്റ് ആണ്. ഡയറക്ടർ ആണെങ്കിലും സൂര്യ ആക്ടർ ആണെങ്കിലും കേൾക്കാൻ സാധിക്കുന്നത്. എന്തായാലും പടത്തിന്റെ പുതിയ സ്ക്രിപ്റ്റ് റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഓൾമോസ്റ്റ് 2 വർഷം വേണ്ടി വരും പടം റിലീസ് ചെയ്യാനായിട്ട്. കാരണം 1.5 വർഷത്തെ ഷൂട്ടിംഗ് ബാക്കിയാണ് ഈ ഒരു സിനിമയ്ക്ക് നോക്കുകയാണെങ്കിൽ. 130 ദിവസം ഷൂട്ട് നമ്മുടെ സൂര്യണ്ണനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് മാസത്തിൽ 10 ദിവസം ഷൂട്ടിംഗ് എന്ന രീതിയിലാണ്. കാരണം 2 പേർക്കും ഓരോ കമ്മിറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ അങ്ങനെ പതുക്കെ ഷൂട്ട് ചെയ്തിട്ടായിരിക്കും ഈ ഒരു സിനിമ റിലീസ് ആവുകയാണെങ്കിൽ തന്നെ കേൾക്കാൻ സാധിക്കും റീസെന്റ് ആയിട്ട്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് ഇങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്ത് എന്ന് വരാനാണ് ഈ ഒരു പടം റിലീസ്. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ ദുൽഖർ സൽമാന്റെ അയാം ഗെയിം എന്ന സിനിമയിൽ തന്നെയാണ്. പടത്തിന്റെ ഷൂട്ടിംഗ് അപ്ഡേറ്റ് പരിശോധിക്കാൻ നമുക്ക്. നിലവിലെ പടം ഓണം പ്രമാണിച്ചാണ് ഈ വർഷം റിലീസ് പ്ലാൻ ചെയ്യും. ബിഹാസ് ഹിദായത്തിന്റെ ഭാഗത്ത് ഓണം റിലീസ്. എന്തായാലും 130 ദിവസത്തെ ഷൂട്ടിംഗ് ആണ് നിലവിൽ കംപ്ലീറ്റ് ആയിരിക്കുന്നത്. എന്തായാലും ഇപ്പോഴും സിനിമയുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. റീസെന്റ് ആയിട്ട് പടത്തിന്റെ ഭാഗത്ത് കുറച്ച് സ്റ്റില്ല് പുറത്ത് വന്നിട്ടുണ്ട്. സ്റ്റില്ല് പരിശോധിക്കുകയാണെങ്കിൽ ഒരു ആക്ഷൻ സീക്വൻസ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്, ഒരു ബൈക്ക് ആയിട്ടുള്ളത്. എന്തായാലും തിയേറ്ററുകളിൽ വലിയൊരു ഓളമാക്കട്ടെ ഈ ഒരു സീക്വൻസ് ഒക്കെ. എന്തായാലും നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സ്റ്റിൽ തന്നെയാണ്. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ അജിത് സജിൽ മമ്പാട് സംവിധാനം ചെയ്ത് വരാൻ പോകുന്ന നമ്മുടെ ഡെർബി സിനിമയുടെ അപ്ഡേറ്റ് തന്നെയാണ്. പടത്തിന്റെ റിലീസ് തീയതി കൺഫേം ആക്കിയിരിക്കുകയാണ്. സിനിമ ഈ വരുന്ന മാർച്ച് മാസം 27 തീയതിയാണ് സിനിമ റിലീസ് പ്ലാൻ ചെയ്യുന്നത്. നമ്മുടെ പ്രകമ്പനം സിനിമയിൽ സാഗർ സൂര്യ അമീനൊക്കെ സിനിമയിൽ ജോയിൻ ആവുന്നുണ്ട്, അല്ലെങ്കിൽ ടീമപ്പ് ആവുന്നുണ്ട്. സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് സിനിമയുടെ ടീസർ ട്രെയിലർ ഒക്കെ കാണാൻ സാധിക്കും നമുക്ക് നിലവിൽ സോഷ്യൽ മീഡിയയിൽ. എന്തെങ്കിലും കാത്തിരിക്കാൻ നമുക്ക് ഡെർബി സിനിമയുടെ റിലീസിനായിട്ട് ഈ വരുന്ന മാർച്ച് മാസം 27 തീയതി. അടുത്ത അപ്ഡേറ്റ് പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ ആട് സിനിമയുടെ അപ്ഡേറ്റ് തന്നെയാണ്. നമ്മുടെ ജയസൂര്യ, വിജയ് ബാബു, അതുപോലെ തന്നെ വിനായകൻ, അതുപോലെ തന്നെ സൈജു കുറുപ്പ്, സണ്ണി വെയിൻ, ഇന്ദ്രൻസ്, അങ്ങനെ വലിയൊരു കാസ്റ്റ് വരുന്നൊരു അടിപൊളി പ്രൊജക്ട് തന്നെയാണ് ആട് ഫ്രാഞ്ചൈസിലെ 3rd പാർട്ട്. എന്തായാലും ആട് 3 എന്ന സിനിമയ്ക്ക് 2 പാർട്ടായിട്ടാണ് വരാൻ പോകുന്നത്. ലാസ്റ്റ് റൈഡ് എന്ന രീതിയിലാണ് പാർട്ട് 1. എന്തായാലും ലാസ്റ്റ് റൈഡ് പാർട്ട് 2 സിനിമയുടെ ഷൂട്ടിംഗ് അപ്ഡേറ്റ് പരിശോധിക്കുകയാണ്. നിലവിലെ സിനിമയുടെ ആദ്യ ഭാഗം വലിയൊരു വിജയമാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ പോസിറ്റീവ് ആണെങ്കിൽ സിനിമയുടെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യും സിനിമയുടെ സെക്കൻഡ് പാർട്ട്. എന്തായാലും അപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് കേൾക്കാൻ സാധിക്കും. സിനിമയുടെ സ്ക്രിപ്റ്റ് ഒക്കെ കംപ്ലീറ്റ് ആണ് സിനിമ സെക്കൻഡ് പാർട്ടിനായിട്ട്. എന്തായാലും നല്ല പോസിറ്റീവ് റെസ്പോൺസ് ഓഡിയൻസ് കൊടുക്കുകയാണെങ്കിൽ സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കുന്നതാണ്. ഇതിൽ കാത്തിരിക്കാൻ നമുക്ക് ആട് സിനിമയുടെ നല്ലൊരു വിജയത്തിനായിട്ട്. സിനിമ റിലീസ് മാർച്ച് 19 തീയതിയാണ്. ഇതുവരെയായിട്ടും ഈ യുദ്ധം കാരണം സിനിമയുടെ റിലീസ് മാറ്റുമെന്ന രീതിയിൽ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റും ഇല്ല. എന്തായാലും കാത്തിരിക്കുന്ന ചെയ്യാൻ നമുക്ക് സിനിമയുടെ അപ്ഡേറ്റിനായിട്ട് റിലീസ് വരുമോ ഇല്ലയോ എന്ന്. അടുത്ത അപ്ഡേറ്റ് വാരണാസി എന്ന് പറഞ്ഞ SS രാജമൗലിന്റെ വമ്പൻ സിനിമയുടെ അപ്ഡേറ്റ് തന്നെയാണ്. പടത്തിന്റെ ഷൂട്ടിംഗ് അപ്ഡേറ്റ്. സിനിമയുടെ അടുത്ത ഷെഡ്യൂൾ എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അങ്ങ് അന്റാർട്ടിക്കയിലാണ് സിനിമയുടെ അടുത്ത ഷെഡ്യൂൾ വരാൻ പോകുന്നത്. ലോകത്തെ തന്നെ 4ാമത്തെ ഒരു സിനിമയുടെ ഷൂട്ടിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ വാരണാസി സിനിമയുടെ ഷൂട്ടിംഗ് അവിടെ വരാൻ പോകുന്നത്. ഇനി എന്തായാലും പടത്തിന് ബാക്കിയുള്ളത് 6 മാസത്തെ ഷൂട്ടിംഗ് മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും SS രാജമൗലി തിങ്സ് ആണെങ്കിൽ നമുക്ക് ഹാഷ്ടാഗ് കൊടുക്കാം. എന്തായാലും SS രാജമൗലി സിനിമ റിലീസ് അടുത്ത വർഷമാണ്. മഹേഷ് ബാബു, പൃഥ്വിരാജ്, അതുപോലെ തന്നെ പ്രിയങ്ക ചോപ്രയ്ക്കാണ് ഇതിൽ മറ്റു കഥാപാത്രങ്ങൾ. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട്. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ കാര എന്ന് പറഞ്ഞ സിനിമേന്റെ തന്നെയാണ്. വേൾഡ് വൈഡ് റിലീസ് ചെയ്യാൻ പോവുകയാണ്. സിനിമയുടെ പുതിയ റിലീസ് തീയതി അല്ലെങ്കിൽ റിലീസ് അപ്ഡേറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ്. ഒരു വില്ലേജ് ഹൈസ്റ്റ് ത്രില്ലർ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. കാര എന്ന് പറഞ്ഞ നമ്മുടെ ധനുഷ് മമിത ബൈജു സിനിമയുടെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ GV പ്രകാശാണ് മ്യൂസിക് കമ്പോസ് ചെയ്യുന്നത്. വിഘ്നേഷ് രാജാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. ഇതിന്റെ സിനിമയാണ് പോർതൊഴില്. ഗംഭീര ഡയറക്ഷൻ ആട്ടോ പുള്ളീന്റെ പോർതൊഴിൽ പരിശോധിക്കുകയാണെങ്കിൽ. എന്തെങ്കിലും കാര സിനിമേന്റെ റിലീസ് അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. എന്തെങ്കിലും കാത്തിരിക്കാൻ നമുക്ക് പടത്തിന്റെ
ഒരു അടിപൊളി പ്രൊമോഷൻ മെറ്റീരിയലിനായിട്ട് അല്ലെങ്കിൽ ഒരു ടീസർ ട്രെയിലറിനൊക്കെ ആയിട്ട് എന്തായാലും വലിയൊരു എക്സ്പെക്ടേഷൻ തന്നെ കാരാ സിനിമയിലേക്കുണ്ട്. അടുത്ത അപ്ഡേറ്റ് അല്ലു അർജുൻ അതുപോലെ തന്നെ നമ്മുടെ അറ്റ്ലി സംവിധാനത്തിൽ വരാൻ പോകുന്ന പാൻ ഇന്ത്യൻ സിനിമയായ നമ്മുടെ A22x A6 നമ്മുടെ അല്ലു അർജുൻ സിനിമ എന്തായാലും പടത്തിന്റെ ഒഫീഷ്യൽ ടീസർ അപ്ഡേറ്റ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അല്ലു അർജുന്റെ പിറന്നാൾ ദിനമാണ് ഏപ്രിൽ മാസം. അതുകൊണ്ട് തന്നെ ഏപ്രിൽ 8 പടത്തിന്റെ ഒഫീഷ്യൽ ടൈറ്റിൽ ടീസർ റിവീൽ ചെയ്യാൻ പോവുകയാണ്. എന്തായാലും വലിയൊരു പ്രൊഡക്ഷൻ ഹൗസ് തന്നെയാണ് നമ്മുടെ സൺ പിക്ചേഴ്സ് ഈ ഒരു സിനിമയ്ക്കായിട്ട് ബഡ്ജറ്റ് കൊടുക്കുന്നത് നിർമ്മിക്കാനായിട്ട്. എന്തായാലും ഗംഭീര ടീസർ തന്നെയാണ് വരാൻ പോകുന്ന ഏപ്രിൽ മാസം 8 വലിയൊരു ഹൈപ്പ് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. നിലവിൽ സായി അഭ്യങ്കർ ഒക്കെയാണ് മ്യൂസിക്. കാത്തിരിക്കാൻ നമുക്ക് സൺ പിക്ചേഴ്സിന് വരാൻ പോകുന്ന അറ്റ്ലി അണ്ണന്റെ 6ാമത്തെ സിനിമയ്ക്കായിട്ട്. അടുത്ത സിനിമ അപ്ഡേറ്റ് നമ്മുടെ തെലുങ്കും തന്നെയാണ്. നമ്മുടെ കൽക്കി 2898 AD എന്ന് പറഞ്ഞ പാൻ ഇന്ത്യൻ സിനിമ. എന്തായാലും പടത്തിന്റെ ഷൂട്ടിംഗ് അപ്ഡേറ്റ് പരിശോധിക്കുകയാണ്. നിലവിലെ സിനിമയുടെ ഹൈദരാബാദിലെ ഷെഡ്യൂൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമ്മുടെ നാഗാശ്വിൻ സംവിധാനം ചെയ്യുന്ന കൽക്കി സിനിമയുടെ അമിതാഭ് ബച്ചൻ അതുപോലെ തന്നെ ഉലകനായകന്റെ ഷെഡ്യൂൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് നിലവില്. ഇനി വരാൻ പോകുന്ന നമ്മുടെ പ്രഭാസ് അണ്ണൻ തന്നെയാണ്. പ്രഭാസ് അണ്ണന്റെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന മാർച്ച് മാസം 16 ആണ്. എന്തായാലും മാർച്ച് 16 നമ്മുടെ പ്രഭാസും സിനിമയിൽ ജോയിൻ ചെയ്യാൻ പോവുകയാണ് സിനിമയുടെ ഷൂട്ടിന്റെ ഭാഗമായിട്ട്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് കൽക്കി 2898 AD എന്ന സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് ദിവസങ്ങളില്. അടുത്ത അപ്ഡേറ്റ് രാമായണ എന്ന സിനിമയുടെ അപ്ഡേറ്റ് തന്നെയാണ്. വമ്പൻ സിനിമ തന്നെയാണ് പാൻ ഇന്ത്യൻ സിനിമ രാമായണ എന്ന് പറഞ്ഞ സിനിമ. രൺബീർ കപൂർ, സായി പല്ലവി അതുപോലെ തന്നെ യാഷ് അഭിനയിക്കുന്ന വമ്പൻ സിനിമകളിൽ ഒന്ന് തന്നെയാണ് ഇന്ത്യയിൽ നിന്ന് വരാൻ പോകുന്ന രാമായണ. പാർട്ട് 1 പാർട്ട് 2 ആയിട്ടാണ് സിനിമ റിലീസ്. പാർട്ട് 1 ഈ വരുന്ന ദീപാവലി പ്രമാണിച്ചാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. പടത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ ലോഞ്ച് ഈ വരുന്ന ജൂലൈ 23 വരാൻ പോകുന്നത്. അത് മാത്രമല്ല സിനിമയുടെ പോസ്റ്റേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടേഴ്സിന്റെ പോസ്റ്റേഴ്സ് റിവീലിംഗ് മാർച്ച് 23 മുതൽ ആരംഭിക്കുന്നതാണ്. ഈ സിനിമയിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ സണ്ണി ഡിയോൾ വരുന്നുണ്ട്, പിന്നെ എക്സ്ട്രാ ആയിട്ട് പിന്നെ രവി ഡുബി വരുന്നുണ്ട്, പിന്നെ ഹാൻസ് സിമ്മറും എ റഹ്മാനുമാണ് മ്യൂസിക് കമ്പോസ് ചെയ്യുന്നത്. ഹാൻസ് സിമ്മർ വെറുതെ ഒന്നും ഒരു സിനിമ കമ്മിറ്റ് ചെയ്യത്തില്ല. അപ്പൊ രാമായൺ എന്ന സിനിമയിൽ അത്രത്തോളം ഒരു വലിയൊരു കമ്മിറ്റ്മെന്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ഡയറക്ഷൻ നമ്മുടെ നിതേഷ് തിവാരിയാണ് ഡെങ്കൽ സിനിമയുടെ സംവിധായകൻ. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് രാമായണ സിനിമയുടെ കിടു അപ്ഡേറ്റ്സിനായിട്ട് വരും ദിവസങ്ങളിൽ. അടുത്ത അപ്ഡേറ്റ് സൂര്യ 46 എന്ന സിനിമയുടെ ടീസർ അപ്ഡേറ്റ് അതുപോലെ തന്നെ സിനിമയുടെ റിലീസ് അപ്ഡേറ്റ് തന്നെയാണ്. പടം റിലീസ് വരാൻ പോകുന്ന ജൂലൈ മാസമാണ് സൂര്യണ്ണന്റെ പിറന്നാൾ ദിനത്തിന്റെ അന്ന് തന്നെയായിട്ട്. അത് മാത്രമല്ല സിനിമയ്ക്ക് ടൈറ്റിൽ റിവീൽ നോക്കുകയാണെങ്കിൽ സൂര്യ 46 സിനിമയ്ക്ക് പേര് നോക്കാൻ സാധിക്കുന്നത് വിശ്വനാഥ് ആൻഡ് സൺസ് എന്നാണ്. ഒരു ഫീൽ ഗുഡ് ഡ്രാമ സിനിമ എന്നാണ് കാണാൻ സാധിക്കുക സിനിമയുടെ പോസ്റ്റേഴ്സ് കണ്ടിട്ട്. മമിത ബൈജു ഒക്കെയാണ് മലയാളത്തിൽ സിനിമയിൽ അഭിനയിക്കുന്നത്. GV പ്രകാശാണ് സിനിമയിൽ മ്യൂസിക് കമ്പോസ് ചെയ്യുന്നത്. എന്തായാലും പടത്തിന്റെ ടീസർ പരിശോധിക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 1 മിനിറ്റ് 44 സെക്കൻഡ് ആണ് സിനിമയുടെ ടീസർ സെൻസറിങ് നടന്നിരിക്കുന്നത് ഇന്ന്. എന്തായാലും സെൻസർ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് സിനിമയുടെ ടീസർ റിലീസായിട്ട് വരും ആഴ്ചകളിൽ. അടുത്ത അപ്ഡേറ്റ് ഐ നോബഡി എന്ന സിനിമയുടെ തന്നെയാണ്. സിനിമയുടെ ഷൂട്ടിംഗ് നാളത്തോടെ കംപ്ലീറ്റ് ആവാൻ പോവുകയാണ്. അതും വലിയൊരു ലോങ് ഷെഡ്യൂൾ തന്നെയാണ് പൃഥ്വിരാജിന്റെ ഐ നോബഡി എന്ന സിനിമയിൽ കാണാൻ സാധിക്കുന്നത്. ഓൾമോസ്റ്റ് 136 ദിവസത്തെ ലോങ് ഷെഡ്യൂള്. അതും നമ്മുടെ ആടുജീവിതം എന്ന സിനിമയ്ക്ക് ശേഷം വലിയൊരു ഷെഡ്യൂൾ വരുന്ന സിനിമയും കൂടിയാണ് നമ്മുടെ നിസാം ബഷീറിന്റെ ഭാഗം വരാൻ പോകുന്ന നമ്മുടെ ഐ നോബഡി എന്ന സിനിമ. കാത്തിരിക്കാൻ നമുക്ക് ഈ വർഷമാണ് സിനിമ, ഓണം റിലീസ് അല്ല, ഈ വർഷമാണ് സിനിമ റിലീസ് പ്ലാൻ ചെയ്യുന്നത്. കാത്തിരിക്കാൻ നമുക്ക് സിനിമയുടെ റിലീസ് അപ്ഡേറ്റിനായിട്ട് വരും ദിവസങ്ങളിൽ. അടുത്ത അപ്ഡേറ്റ് ജയിലർ സിനിമയുടെ 2ാം ഭാഗത്തിന്റെ തന്നെയാണ്. ഈ വർഷം റിലീസ് ചെയ്യാൻ പോകുന്ന വമ്പൻ സിനിമകളിൽ ഒന്ന് തന്നെയാണ് ജയിലർ എന്ന സിനിമയുടെ 2ാം ഭാഗം. SRK, ലാലേട്ടൻ, രജനികാന്ത് ഒക്കെ വൺ ബിഗ് സ്ക്രീനിൽ വരാൻ പോവുകയാണ് സ്ക്രീൻ ഷെയർ ചെയ്യാനായിട്ട്. എന്തായാലും സിനിമയ്ക്ക് ഇനി ആകെ ഒരാഴ്ചത്തെ ഷൂട്ടിംഗ് മാത്രമാണ് ബാക്കിയുള്ളത്. എന്തായാലും SRK ആയിട്ടുള്ള ഷൂട്ടിംഗ് ആണ് ഇപ്പം നിലവിൽ കാണാൻ സാധിക്കുന്നത് ഫൈനൽ ഷെഡ്യൂൾ ആയിട്ട്. എന്തായാലും നിലവിൽ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കാൻ പോവുകയാണ് മുംബൈയിൽ. എന്തായാലും വലിയൊരു എക്സ്പെക്ടേഷൻസ് തന്നെയാണ് ജയിലർ സിനിമയുടെ 2ാം ഭാഗത്തിനായിട്ട്. എന്തായാലും ചിത്രത്തിൽ നമ്മുടെ സുരാജ് വെഞ്ഞാറമൂടും വലിയ രീതിയിൽ സിനിമ അദ്ദേഹം ഇതുവരെ കണ്ടതിൽ തന്നെ വലിയൊരു ഔട്ട്പുട്ട് തന്നെയാണ് കൊടുക്കാൻ പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും സിനിമ വരട്ടെ. എന്തായാലും ഒരു 1000 കോടി ക്ലബ് അടിക്കാനുള്ള മുതലുണ്ടോ ചോദിക്കുകയാണെങ്കിൽ നിസ്സംശയം പറയേണ്ടി വരും ഉണ്ടെന്ന് തന്നെ. കാരണം SRK വരുന്നുണ്ട്, ലാലേട്ടൻ വരുന്നുണ്ട്, രജനികാന്ത് വരുന്നുണ്ട്, പിന്നെ നമ്മുടെ ശിവകുമാർ വരുന്നുണ്ട് കന്നഡ ഇൻഡസ്ട്രിയിൽ നിന്ന്. അങ്ങനെ ഒരുപാട് വലിയ എക്സ്പെക്ടേഷൻസ് ഉള്ള സിനിമ തന്നെയാണ്. എന്തായാലും കാത്തിരിക്കും നമുക്ക് പടത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട്. അടുത്ത അപ്ഡേറ്റ് ലാലേട്ടന്റെ വരാൻ പോകുന്ന L368 എന്ന സിനിമ തന്നെയാണ്. നമ്മുടെ ലാലേട്ടൻ ദിലീഷ് പോത്തൻ കോംബോയിൽ ഒരു ഹൊറർ കോമഡി സിനിമ നിലവിൽ പ്ലാനിങ് നടക്കുന്നുണ്ട്. പടത്തിന്റെ ഷൂട്ടിംഗ് എന്തായാലും ഈ വർഷം അവസാനം സ്റ്റാർട്ട് ചെയ്യാനാണ് പ്ലാനിങ് കാണാൻ സാധിക്കുന്നത്. നിലവിൽ ചെറിയ ചേഞ്ചസ് ഉണ്ട് സിനിമയുടെ ഷെഡ്യൂൾ അനുസരിച്ച്. കാരണം നിലവിൽ നമ്മുടെ L366, L367 എന്നീ 2 സിനിമകളുടെ ഷൂട്ടിംഗ് വരുന്നുണ്ട്. അതുകൊണ്ട് 2 സിനിമകളുടെ ഷൂട്ടിംഗ് ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും L368 എന്ന് പറഞ്ഞ നമ്മുടെ ദിലീഷ് പോത്തൻ കോമഡി ഹൊറർ സിനിമയുടെ റിലീസ് അല്ലെങ്കിൽ സിനിമ ഷൂട്ടിംഗ് എന്നെ പ്ലാൻ ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. എന്തായാലും സിനിമ എന്തായാലും അടുത്ത വർഷം ആകുമ്പോഴേക്കും റിലീസ് ആകുമെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. ആശീർവാദ് സിനിമാസ് ആണ് സിനിമ നിർമ്മിക്കാൻ പോകുന്നതും. കൂടുതൽ സിനിമ വാർത്തകൾക്ക് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്സ് ചാനൽ കാത്തിരിക്കുക ചെയ്യുക.